വെൽക്കം ടു ലേണോ. ഇന്ന് നമ്മൾ RRB ടെക്നീഷ്യൻ CBT 1ന്റെ ക്വസ്റ്റ്യൻ സെറ്റ് 2 ആണ് നോക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് $B മീൻസ് A ഈസ് ദ ഹസ്ബൻഡ് ഓഫ് B. A#B. ഇപ്പൊ $B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ഈസ് ദ ഹസ്ബൻഡ് ഓഫ് B ആണ്. ഇനി A#B മീൻസ് A ഈസ് ദ ബ്രദർ ഓഫ് B. A#B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? A ഈസ് ദ ബ്രദർ ഓഫ് B എന്നാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിരിക്കുന്നത് A*B മീൻസ് A ഈസ് ദ മദർ ഓഫ് B എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ വാട്ട് ഡസ് PSQ P ഡോളർ ആണ് ഇവിടെ, $P എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ $P എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് $B എന്ന് വെച്ചാൽ A ഈസ് ദ ഹസ്ബൻഡ് ഓഫ് B അല്ലേ. $P എന്ന് പറഞ്ഞാൽ എന്താണ്? P ഈസ് ദ ഹസ്ബൻഡ് ഓഫ് Q എന്ന് കിട്ടി. P ഈസ് ദ ഹസ്ബൻഡ് ഓഫ് Q എന്ന് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുമല്ലോ. ഓക്കെ, അപ്പം ഇനി നമുക്ക് നോക്കാം അടുത്തത്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? Q*R. ഇപ്പൊ Q*R എന്ന് പറഞ്ഞാൽ എന്താണ്? A*B മീൻസ് A ഈസ് ദ മദർ ഓഫ് B എന്നാണ്. ഇപ്പൊ Q*R മീൻസ് Q ഈസ് ദ മദർ ഓഫ് R. ഇപ്പൊ ഇവരുടെ ചൈൽഡ് ആണ് R എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്തത് അടുത്തത് എന്താണ്? ഇവിടെ R#S ആണ്. R#S. അപ്പൊ ഹാഷ് വരുന്നത് എന്താണ്? A#B മീൻസ് A ഈസ് ദ ബ്രദർ ഓഫ് B. അപ്പം R എന്ന് പറയുന്നത് ബ്രദർ ഓഫ് എന്താണ്? S ആണ്. R എന്ന് പറയുന്നത് ബ്രദർ ഓഫ് S ആണ്. ഇത്രയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇതിൽ നിന്ന് എന്ത് അവസാനം നമുക്ക് കിട്ടും, മീനിങ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ P ഈസ് ദ ബ്രദർ ഓഫ്, ഫസ്റ്റ് ഓപ്ഷൻ P ഈസ് ദ ബ്രദർ ഓഫ് S. P എന്ന് പറയുന്ന S-ന്റെ ബ്രദർ ആണ് ആണോ? അല്ല. P എന്ന് പറയുന്ന S-ന്റെ ഫാദർ ആണ്. P ഈസ് ദ സൺ ഓഫ് S. P ഈസ് ദ സൺ ഓഫ് S ആണോ? അല്ല. P ഈസ് ദ ബ്രദർ ഇൻ ലോ ഓഫ് S. അതുമാണോ? അല്ല. P ഈസ് ദ ഫാദർ ഓഫ് S. P ഈസ് ദ ഫാദർ ഓഫ് S. ശരിയായിട്ട് വരുന്നില്ലേ? ഇവര് രണ്ടും ബ്രദർ സിസ്റ്റർ ആണ്. ഇവര് Q എന്ന് പറയുന്ന മദർ ആണ്, P എന്ന് പറയുന്ന ഫാദർ ആണ്. അപ്പൊ ഇത് ശരിയായിട്ട് വരും. അപ്പൊ ഓപ്ഷൻ ആയിട്ട് ഇതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് D ആണ് വരുന്നത്. ആൻസർ D ആണ് ഇതിനകത്ത് വരുന്നത്. ഫൈൻഡ് ദ പവർ ഓഫ് എ പമ്പ് if it can lift 1 ton of water by 90 meter in 30 minutes എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാം പവർ അല്ലേ ചോദിച്ചത്. പവർ എന്ന് വെച്ചാൽ എന്താണ്? വർക്ക് ബൈ ടൈം ആണ്. വർക്ക് ഇവിടെ എന്താണ്? ഇവിടെ mgh ആണ് വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ M എന്ന് പറയുന്നത് 1 ton 1000 ആണ്. G 10 ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. HO 90 മീറ്റർ ആണ്. ലിഫ്റ്റ് ചെയ്യുന്ന എത്രയാണ്? 1 ton ഓഫ് വാട്ടർ ബൈ 90 മീറ്റർ ഇൻ 30 മിനിറ്റ്സ് എന്നാണ് തന്നിരിക്കുന്നത്. ഇപ്പൊ 90 മീറ്റർ ഇൻ 30 മിനിറ്റ്സ്. ഇപ്പൊ 30 വർക്ക് ബൈ ടൈം 30 മിനിറ്റ്സ്. ഇപ്പൊ സെക്കൻഡ്സിലോട്ട് മാറ്റാനായിട്ട് ഇൻറ്റു 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് വെട്ടിക്കളയാം. ഇതെല്ലാം കൂടെ വെട്ടിക്കളഞ്ഞ് ചെയ്യുമ്പോഴത്തേക്കും 500 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 500 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നാഷണൽ സ്കിൽസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഈസ് എ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഫോംഡ് അണ്ടർ ഇന്ത്യാസ് ഏതാണ്? മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണോ? മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആണോ? മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആണോ? മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണോ? അപ്പോൾ the National Skills Development Corporation is a public private partnership formed under India's Ministry of Finance ആണ്. Find mass of an iron cube of side 2 cm. അപ്പൊ സൈഡ് 2 cm ആണ്. സൈഡ് 2 cm ആണല്ലോ. മാസ് ഓഫ് ആൻ അയൺ ക്യൂബ് സൈഡ് 2 അയൺ ക്യൂബിന്റെ വോളിയം കണ്ടുപിടിക്കണം. വോളിയം ഡെൻസിറ്റി എന്ന് വെച്ചാൽ മാസ് ബൈ വോളിയം ആണ്. നമുക്ക് ആ ഇക്വേഷനിൽ നിന്നാണ് ഇതിന് മാസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. ക്യൂബിന്റെ വോളിയം A³ ആണ്. അപ്പൊ A ഇവിടെ സൈഡ് 2 cm, 2³ വരും 8 ആണ്.
8 വരും. അപ്പോൾ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഡെൻസിറ്റി എത്രയാണ്? 7.8 ആണ്. ഈക്വൽ ടു എത്രയാണ്? ഇവിടെ മാസ് നമുക്ക് അറിയില്ല, ബൈ 8 ചെയ്യുക, ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും? മാസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 62.4 ഗ്രാം. ഓപ്ഷൻ സി ആണ് ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. You are appointed as a trainee accountant on temporary basis. Your employment status will automatically be converted to permanent on submission of past result of MCOM final exam. Extract from an appointment letter എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Assumptions. MCOM final exam is responsible proof of an account's capability. All trainees are appointed on temporary basis. അപ്പൊ ഇതിനകത്ത് ഏത് അസംഷൻ ആണ് നമുക്ക് പറയാൻ പറ്റുന്നത്? ഓൾ ട്രെയിനീസ് ആർ അപ്പോയിന്റഡ് ആസ് ടെമ്പററി ബേസിസ് എന്ന് പറയുന്നത് ഇവിടെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്താണ്? ഓട്ടോമാറ്റിക്കലി യുവർ എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ് വിൽ ഓട്ടോമാറ്റിക്കലി ബി കൺവേർട്ടഡ് പെർമനന്റ് ആണെന്നാണ് MCOM ഫൈനൽ എക്സാം കൊടുക്കുമ്പോഴത്തേക്ക് പറയും. പാസ് റിസൾട്ട് കൊടുക്കുമ്പോഴത്തേക്ക് പെർമനന്റ് ആവും എന്നാണ് പറയുന്നത്. അപ്പം ടെമ്പററി ബേസിസിലല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് അസംഷൻ 1 ആണ് എന്തെടുക്കാൻ പറ്റുന്നത്? അസംഷൻ ഒൺലി അസംഷൻ 1 ഈസ് ഇംപ്ലിസിറ്റ് എന്നുള്ളതാണ് എടുക്കാനായിട്ട് പറ്റുന്നത്. In a steady flowing river, a boat goes a certain distance upstream at a speed of 12 km/h and comes back the same distance at a 24 km/h. Find the average speed for the total journey. So, this is boat and stream and the topic question. Average speed in the equation. Average speed. രണ്ട് സ്പീഡുകൾ തന്നിട്ടുണ്ടെങ്കിൽ ഒരു സെയിം ഡിസ്റ്റൻസ് ആണെങ്കിൽ എന്താണ്? 2xy/x+y ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യുക. സ്പീഡ് 2 × x എത്രയാണ്? 12. രണ്ടാമത്തെ സ്പീഡ് എത്രയാണ്? 24. 2xy/x+y 12 + 24. ഇപ്പൊ എത്ര കിട്ടും? വെട്ടിക്കളയുമ്പം 12 24 കൂടെ ചെയ്യുമ്പോ എത്ര കിട്ടും? 36 ആണല്ലോ കിട്ടുന്നത്. അപ്പൊ ഒരു 12 3 12 36 ഇതുകൊണ്ട് വെട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 16 കിട്ടും. അപ്പൊ ആൻസർ എ ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, find the efficiency of a pulley system which has a mechanical advantage of 2.5 and where the load lift by 2.5 meters on putting the rope by 10 meter എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ ചെയ്യാം. നമുക്കറിയാം എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ബൈ എന്താണ്? വെലോസിറ്റി റേഷ്യോ ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്താണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലോഡ് ലിഫ്റ്റഡ് ബൈ എന്താണ്? എഫേർട്ട് ഫോഴ്സ് ആണ്. ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്ക് ഉള്ളത്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ നോക്കാം. നമുക്ക് ഇവിടെ 10 ആണ്. എന്താണ്? 10 ആണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്താണ്? വേർ ദ ലോഡ് ലിഫ്റ്റ് ബൈ. ലോഡ് ലിഫ്റ്റഡ് എത്രയാണ്? ലോഡ് ലിഫ്റ്റഡ് 10 ആണ്. അതുപോലെ നമുക്കറിയാം ഡിസ്റ്റൻസ് മൂവ് ബൈ ദ എഫേർട്ട് ഫോഴ്സ് എത്രയാണ്? വെലോസിറ്റി റേഷ്യോ കണ്ടുപിടിക്കാനാണെങ്കിൽ വെലോസിറ്റി റേഷ്യോ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്, വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് മൂവ് ബൈ എഫേർട്ട് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് മൂവ് ബൈ ലോഡ് ആണ്. ഡിസ്റ്റൻസ് മൂവ് ബൈ ലോഡ് ആണ്. അപ്പം അത് ചെയ്യുമ്പോഴത്തേക്ക് എത്രയാണ്? 10/2.5 ചെയ്യുമ്പോൾ 4 ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ 10 ഉണ്ട് 2.5 ഉണ്ട്. അത് ചെയ്യുമ്പോൾ 4 കിട്ടും.
എഫിഷ്യൻസി അല്ലേ ചോദിച്ചേക്കുന്നത്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 2.5 ആണ്, ഡിവൈഡ് ബൈ വെലോസിറ്റി 4 ആണ്, ഇൻറ്റു 100 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യും 62.50% എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ എ ആണ് കിട്ടുന്നത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബാർ ഗ്രാഫ് ഷോസ് ആണ്. എന്താണ് ബാർ ഗ്രാഫ് ഷോസ് ആണ് ingredients in grams required to make 2 type of salads, X and Y. If ingredients B of salad X is reduced by 100 grams and ingredient E of salad Y is increased by 25%, then salad Y would be lighter than salad X by. ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് നോക്കാം. 2 types of salad ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഏതൊക്കെയാണ്? എക്സും ഉണ്ട് വൈയും ഉണ്ട്, 2 കളറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം B of salad X is reduced by 100 grams. ഇപ്പൊ സാലഡ് എക്സ് ആണ് ഈ നീല കളറിൽ, റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് വൈ ആണ്. അപ്പോൾ if ingredient B of salad X is reduced by 100 grams, അപ്പൊ സാലഡ് എക്സിന്റെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് 100 gram ആയിട്ട് റെഡ്യൂസ് ചെയ്തു. ആൻഡ് ഇൻഗ്രീഡിയന്റ് E of salad Y is increased by എന്താണ് 25%. വൈയുടെ E എന്ന് പറയുന്ന സാലഡ് 25% ഇൻക്രീസ് ചെയ്തു. ഇവിടെ ഇൻഗ്രീഡിയന്റ് ബിയുടെ എത്രയാണ്? സാലഡ് എക്സ് ഇസ് റെഡ്യൂസ്ഡ് ബൈ 100% ആണ് ബി എന്ന് പറയുന്നത്. രണ്ടും എന്ത് ചെയ്യുകയാണ്? ഇവിടെ ഇത് റെഡ്യൂസ് ചെയ്യുവാണ്. പിന്നീടോ ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമുക്ക് ഇതിന്റെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ഗ്രാഫ് കാണാൻ പറ്റുന്നില്ല എങ്കിൽ ഞാനിത് ഇവിടെ എഴുതി തരാം. ഓക്കെ, ഇവിടെ നമുക്കുള്ളത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമുക്ക് 500 എഴുതിയിരിക്കുന്നത്, ഇത് 300, 600 ഇവിടെ 100, 200, 200, 200, 200, 400, 400, 300. അപ്പൊ നമുക്ക് ഈ ചേഞ്ചസ് ഒക്കെ വരുത്തി കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു പെർസെൻറ്റേജ് ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഇത് ഇത്രയും കൂടെ എല്ലാം കൂടി എത്രയുണ്ടെന്ന് ആഡ് ചെയ്യാം. ഒന്ന് സലാഡ് ബ്ലൂ കളറിലുള്ളത് സലാഡ് എക്സ്, റെഡ് കളറിലുള്ളത് വായു ആണ്. അപ്പം അതിന് മുമ്പുള്ളതെല്ലാം കൂടി ആഡ് ചെയ്യാം അല്ലെ. അപ്പൊ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര വരും നോക്കാം. 500, 300, 500, 600 ആണല്ലോ. 2ന്റെ മാത്രം എക്സിന്റെ മാത്രമാണ് ആഡ് ചെയ്യുന്നത്. 500, 600, 200, 300, 200, 300, പിന്നെ ഈ ഒരു 100 ഉണ്ട്, പിന്നെ ഒരു 400 ഉണ്ട്. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരുമെന്ന് നോക്കാം. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 0, 0, 4, 1, 5, 8, 10, 16, 2100 ആണ് ആഡ് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പൊ ഈ എക്സിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ഇൻഗ്രീഡിയന്റ് ബി എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ് ഇതാണ്. ഈ ബിക്കകത്ത് എക്സിന് എന്ത് ചെയ്ത് വെക്കുന്നുണ്ട്? ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു 100 റെഡ്യൂസ് ചെയ്തു. അപ്പൊ ഇത് എത്രയും മാറും? 2000 ആയി മാറും. 100 റെഡ്യൂസ് ചെയ്തു. പിന്നെ ഇൻഗ്രീഡിയന്റ് ഇ ഓഫ് സാലഡ് വൈ, സാലഡ് വൈയുടെ ഇനി ആഡ് ചെയ്യണമല്ലോ. അപ്പൊ എത്രയാ? 300, 100, റെഡ് കളറിലുള്ളത് 300, 100, 200, പിന്നെയും ഒരു 200, പിന്നീട് ഒരു 400 ആണ് വന്നിരിക്കുന്നത്, ഒരു 400, പിന്നീട് ഒരു 300. അപ്പൊ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പം
1600 വരുന്നത്. 1600 നമുക്ക് നമുക്ക് ഒന്നിനകത്ത് എന്താണ് ചെയ്തത്, ഒരെണ്ണത്തിൽ നമുക്ക് ഇവിടെ ഒന്നിലൂടെ 100 ഗ്രാം റെഡ്യൂസ് ചെയ്തു, മറ്റേനകത്ത് എന്ത് ചെയ്തു, ഇൻക്രീസ്ഡ് ബൈ 25% സാലഡ് ബൈക്കകത്ത് ഇൻക്രീസ്ഡ് ബൈ 25% എന്ന് പറയുമ്പോൾ എന്താകുക, ഇവിടെ ഇതെല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്യുമ്പം 1500 കിട്ടുന്നത്. ഇവിടെ 25% ഇൻക്രീസ് ചെയ്തു, ഏതിന്റെ സാലഡ് വൈലെയാണ് ഇൻക്രീസ് ചെയ്തത്. സാലഡ് വൈലെ 25% ഈടെ ആണ് ഇൻക്രീസ് ചെയ്തത്. ഈ എന്ന് പറയുന്നത് ഇവിടെ 400 അല്ലേ, 400-ന് 25% എന്ന് പറയുന്നത് 100 ആണ്. അപ്പൊ അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടത്തെയാണ് ഇവിടെ 500, ഒരു 100 ഇവിടെ ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പൊ 1500 പ്ലസ് എന്താണ് 1600 ആണ്. അപ്പം ഇവിടെ ടോട്ടൽ ചേഞ്ച് എന്താണ് സംഭവിച്ചിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ അത് ചോദിച്ചിരിക്കുന്നത് എന്താണ്, എങ്ങനെയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം, ലൈറ്റർ അല്ലെ, y is increased by 25, then salad y would be lighter than x. എക്സിനെക്കാട്ടിയും എത്ര ലൈറ്റർ ആണ് y എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം ഇവിടെ 1200 2000 ആണ് കിട്ടിയിരിക്കുന്നത്. 400 ആണ് വ്യത്യാസം. എത്രയാണ്, 2000-ൽ നിന്ന് ഇൻറ്റു 100 ചെയ്യാം, ഇത് വെട്ടിപ്പോവാ, ഇത് വെട്ടിക്കളയാം, ഇത് വെട്ടിക്കളയുമ്പോ 20% കിട്ടും. ആൻസർ 20% ആണ് ഇവിടെ കിട്ടുന്നത്. ഇപ്പം ഇവിടെ ഈ ചേഞ്ചസ് വരുന്നതിന് മുമ്പുള്ളതെല്ലാം ആഡ് ചെയ്ത് വെക്കുക, ചേഞ്ചസ് വന്നതിന് ശേഷം ഉള്ളത് സം എടുക്കുക. അപ്പം അപ്പോൾ കിട്ടുന്നത് മറ്റേതിൽ നിന്ന് എത്ര മാത്രം കുറവുണ്ട് എന്നാണ് ചോദിച്ചത്. അത് നമ്മൾ പെർസെൻറ്റേജ് വെച്ചിട്ട് കണ്ടുപിടിച്ചു. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്താണ്, ഇഫ് ദ സ്പീഡ് ഓഫ് എ കാർ ഇൻക്രീസസ് ഫ്രം 54 km/h to 90 km/h, its kinetic energy would increase in the ratio എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പൊ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ½ × m×v² ആണ്. അപ്പം ഇവിടെ സ്ക്വയർ ആയിട്ടാണ്, സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്ക്വയർ ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം 54 ആണ് ഉണ്ടായിരുന്നത് അല്ലെ, 54 × 54 ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് എത്രയായിട്ടാ ചേഞ്ച് ആവുന്നതെന്നാ പറഞ്ഞത്, 90 × 90 ആയിട്ടാണ് വ്യത്യാസപ്പെടുന്നത്. അപ്പൊ ഇവിടെ ഇത് വെട്ടിക്കളയാലോ, 199 654, 199 654, അപ്പൊ 36/100 എന്ന് കിട്ടും അല്ലെ. അപ്പൊ ഇത് എത്ര വെട്ടിക്കളയുമ്പോ എത്ര കിട്ടും, 18 2 56, 50 2 100, 9 2 18, 25 2 50. അപ്പൊ 9/25 ആണ് വ്യത്യാസം വരുന്നതെന്ന് കിട്ടും. ½ m എന്നുള്ളത് രണ്ടിടത്തും കോമൺ ആയിട്ട് ഇതൊക്കെ വെട്ടിപ്പോ നമുക്ക് v1/v2² മാത്രം കണ്ടുപിടിച്ചാൽ റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ആൻസർ ഇവിടെ ബി ആണ് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റെസിപ്പിയൻസ് ഓഫ് ദ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് റിസീവ്ഡ് ഇൻ പോസ്റ്റ്മസ്ലി. ആർക്കാണ് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് മരണശേഷം കിട്ടിയത്? ആർക്കാണ്? വിനോദ് ഖന്നയ്ക്കാണ് കിട്ടിയത്. വിനോദ് ഖന്നയ്ക്കാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. വിനോദ് ഖന്ന എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്.